നമസ്കാരം. ഓരോ ദിവസവും കഴിയുന്തോറും പ്രതിരോധ രംഗത്ത് കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ആകാശ അതിർത്തികൾ കാക്കുന്ന ആകാശത്തെ ശത്രു ലക്ഷ്യങ്ങളെ തറപറ്റിക്കുന്ന ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുറ്റ മിസൈലാകാൻ അസ്ത്രയെ ഒരുക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ അസ്ത്ര മാർക്ക് 1 വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ അസ്ത്ര പരീക്ഷിച്ചത്. പരീക്ഷണത്തിൽ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ അസ്ത്ര മിസൈലുകൾക്ക് സാധിച്ചതായി DRDO വ്യക്തമാക്കി. തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസികൾ ഘടിപ്പിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രയുടെ പരീക്ഷണം ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് വെച്ച് നടന്നു. സുഖോയ് 30 MK-1 സമാനമായി പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു അസ്ത്രയുടെ വിക്ഷേപണം നടന്നത്. 100 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്രയിൽ നൂതന ഗതി നിർണയ സംവിധാനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് DRDO അസ്ത്ര മിസൈൽ വികസിപ്പിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ നാഴികക്കല്ലായ പരീക്ഷണമാണ് ഇതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇനി എന്താണ് അസ്ത്രയുടെ പ്രത്യേകത എന്ന് നോക്കാം. നിലവിൽ അർമേനിയ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത R-77 മിസൈലുകളേക്കാൾ പ്രഹരശേഷി കൂടിയതാണ് 110 കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് 1. കൂടുതൽ ദൂരപരിധിയുള്ള അസ്ത്രയിൽ അത്യാധുനിക മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ദൃശ്യപരിധിക്കപ്പുറമുള്ള ആകാശത്തെ ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. അതിവേഗ ആളില്ല വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്ന ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ കൂടിയാണ് ഇത്. യുദ്ധവിമാനങ്ങൾ ഘടിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ക്ലാസ് എയർ ടു എയർ മിസൈൽ സംവിധാനം ഉയർന്ന കുതന്ത്രങ്ങളുള്ള സൂപ്പർസോണിക് വിമാനങ്ങളെ എതിർക്കുവാനും നശിപ്പിക്കുവാനും ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും ഈ മിസൈൽ ഉപയോഗിക്കാൻ സാധിക്കും. നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഒന്നിലധികം വകഭേദങ്ങളിൽ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് DRDO. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ഈ മിസൈൽ ഇതിനകം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ദീർഘദൂര മിസൈൽ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ ഉദാഹരണമായി അസ്ത്രയെ കരുതാം. ഈ നേട്ടത്തിന് പിന്നിൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി, DRDO, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷ്വറൻസ്, ഇന്ത്യൻ വ്യോമസേന, ടെസ്റ്റ് റേഞ്ച് ടീം എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളുടെ ഏകോപിത പരിശ്രമമാണ്. അപ്ഡേറ്റഡ് ആൻഡ് റെസ്പോൺസ് എന്ന ഇന്ത്യയുടെ പ്രതിരോധ വാക്യത്തിന് പിന്നിലെ ഉദാഹരണമായി തന്നെ ഇതിനെ കണക്കാക്കാം. ഈ ആഴ്ചയിൽ തന്നെ ഡിഫൻസ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു പുതിയതും ശക്തവുമായ ഹോവിസ്റ്റർ വികസിപ്പിച്ചെടുത്തതും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയുടെ ഉദാഹരണം തന്നെയാണ്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുവാനും ശത്രു താവളങ്ങളെ വേഗത്തിലും കൃത്യതയിലും ആക്രമിക്കുവാനും കഴിയുന്ന പൂർണ്ണമായി തദ്ദേശീയമായ സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യവും.